ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമൃദ്ധി കൊണ്ടുവരുന്ന ഒരു സമയമാണ് ഇത് എന്നാണ്. നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങൾ നിശ്ചയദാർഢ്യത്തോടു കൂടി ചെയ്ത കാര്യങ്ങൾക്കുള്ള ആ ഒരു ഫലമാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. പലതവണ ഇതിൽ നിങ്ങൾ തോറ്റുപോയിട്ടുണ്ടാവാം. നിങ്ങൾ വീണ്ടും വീണ്ടും ഒരുപക്ഷെ അത് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യത്തിന് ഈ സമയം അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ അതിനുവേണ്ടി അത്രയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോൾ ഫിസിക്കലായിട്ടുള്ള ഒരു കാര്യം മാത്രമായിരിക്കില്ല അത്. മനസ്സുകൊണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ അതിനു വേണ്ടി ചെയ്തിട്ടുണ്ടായിരിക്കാം. അത്രയും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ ഫലം ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയം ബിസിനസ് ചെയ്യുന്നവർക്കും സെൽഫായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കും വളരെ സക്സസ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി, അപ്പോൾ അത് വളരെ ഹൈ എനർജിയാണ്. അതായത് ഒന്നിലധികം ആൾക്കാർ ചേർന്ന് ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോൾ എല്ലാവർക്കും ഒരേ എനർജി ലെവൽ ആയിരിക്കില്ല. ഒരാൾ വളരെ പോസിറ്റീവ് എനർജിയും ബാക്കിയുള്ളവർ നെഗറ്റീവായി ചിന്തിക്കുന്നതും ഭയങ്കര ഡൗട്ട്ഫുള്ളായിട്ടുള്ള ആൾക്കാരുമാണെങ്കിൽ അവരുടെ എനർജി നിങ്ങളെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അവരുടെ എനർജി വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത ആ ഒരു ഹാർഡ് വർക്കിനുള്ള ഫലം എത്തുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മറ്റാരും സഹായിക്കാനില്ലെങ്കിലും നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളെ മുന്നോട്ട് പോകാൻ സഹായിക്കും എന്നുള്ളതാണ്. നമ്മൾ പോസിറ്റീവായിട്ട് സ്വപ്നം കണ്ടാൽ ആ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ ഈ പ്രപഞ്ചം നമുക്ക് വഴിയൊരുക്കും എന്നുള്ളതാണ്. നിങ്ങൾ പലതും നേടിയെടുക്കാൻ ഇവിടെ ട്രൈ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരുപാട് ജോലികൾ ഉണ്ടെന്നുള്ളതാണ്. ഒരുപാട് പണിയെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ വന്നേക്കാം. പക്ഷേ നിങ്ങളത് വളരെ ഹാപ്പി ആയിട്ട് ചെയ്യണം എന്നാണ്. ഈ സമയം നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി ആയിരിക്കും എന്നാണ്. അതായത് നിങ്ങൾക്ക് ഒരു 3 പേരുടെ ജോലി ചെയ്യാനുള്ളൊരു എനർജി ഈ ഒരു സമയം കിട്ടുന്നു എന്നാണ്. കാരണം ചെയ്തു തീർക്കേണ്ടുന്ന കുറേയധികം കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ മാറ്റി വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ ഈ സമയം ചെയ്തു തീർക്കണം എന്നാണ്. അങ്ങനെയൊക്കെ ചെയ്തു തീർക്കാനുള്ളൊരു മനസ്സ് ഈ സമയം നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ്. അതായത് നാളെ ആവട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുന്ന
കുറേ കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ അത് ഈ സമയം നിങ്ങൾ ചെയ്ത് പൂർത്തിയാക്കണം എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. അതിപ്പോൾ വീട്ടിലായാലും അല്ലെങ്കിൽ ഓഫീസിലായാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾ മാറ്റി വെച്ചിരുന്ന കാര്യങ്ങൾ ഈ സമയം നിങ്ങൾ ചെയ്ത് തീർക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ അതിൻ്റെ എല്ലാ വശങ്ങളും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുകൂടി കാണുന്നുണ്ട്. നിങ്ങളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ച് അത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ വർക്കിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു അൺനെസസറി വറി അത് അവേക്കണിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു താൽക്കാലികം മാത്രമാണ്. നമുക്ക് നല്ലൊരു കാര്യം സംഭവിക്കുന്നതിന് മുന്നേ കുറേ പ്രശ്നങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ ആ ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നതായിരിക്കാം. ഇതിൽ നമുക്കൊരു ഇൻസൈറ്റ് വരാനുള്ളൊരു സമയമാണ് എന്നുള്ളതാണ്. നമ്മളെ മനസ്സിലാക്കാനുള്ളൊരു സമയമാണ് ഇത്. ഒരു പുതിയ പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ അതുപോലെ തന്നെ നിങ്ങൾ യുണീക്കാണ് എന്ന് എപ്പോഴും മനസ്സിലാക്കുക. നമ്മൾ എപ്പോഴും ചിന്തിക്കും, എന്താണ് എനിക്ക് മാത്രം ഇത്രയും പ്രശ്നങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ വരുന്നത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരുന്നത്, അത് എനിക്ക് മാത്രം എന്തുകൊണ്ട് എന്ന് പലരും ചിന്തിക്കും. പക്ഷേ നിങ്ങൾ മറ്റുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളെക്കാളും വലിയ പ്രശ്നങ്ങൾ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് മറ്റുള്ളവർ. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് വലുതാണ് എങ്കിൽ പോലും പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. നമ്മളത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് അതിൻ്റെ വിജയവും പരാജയവും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങളൊരു സ്പിരിച്വൽ അവേക്കണിങ്ങിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഈ സമയം പല കാര്യങ്ങളെക്കുറിച്ചും തിരിച്ചറിവുകൾ വരുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത്. അതുപോലെ തന്നെ ഹാർട്ട് ചക്ര ഹീലിംഗ് ഒക്കെ ഇവിടെ പലരിലും നടക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 10 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഓവർ വർക്ക് ചെയ്ത് ശരിക്കും തളർന്നു പോയിരിക്കുന്ന ചില ആൾക്കാരുടെ ഒരു എനർജിയാണ് ഇത്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആൾക്കാരുടെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലികൾ ഉണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാവാം. അങ്ങനെയുള്ള ആളുകൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം കൂടി ഈ ഒരു സമയം നമ്മൾ ഏറ്റെടുക്കരുത്. കാരണം നമ്മുടെ ശരീരം ശരിക്കും ഒരു റെസ്റ്റ് ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ കേൾക്കാതിരിക്കരുത് എന്നാണ് ഇതിൽ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്കുള്ളതാണ്. ഇതിൽ ചില ആൾക്കാർക്ക് നിങ്ങൾക്കൊരു ഹെൽത്ത് ഇഷ്യൂ മൂലമുള്ള സ്ട്രെസ് ഉണ്ടെന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിന് മൂല്യം നൽകണം എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് കൂടെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഒന്നും തന്നെ ചെയ്തു കൊടുക്കാൻ പാടില്ല. നിങ്ങളുടെ സോള് ആഗ്രഹിക്കുന്നത് നിങ്ങളെ കെയർ ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ
മറ്റാരും ചെയ്തു തരില്ല എന്ന് ഓർക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സെൽഫ് കെയർ വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളിൽ നിന്നും മറ്റുള്ളവർ അഡ്വൈസ് സ്വീകരിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കാനും നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ തോന്നുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ പല കാര്യങ്ങളും നിങ്ങളോട് വന്ന് തുറന്നു പറയുമായിരിക്കാം. അപ്പോൾ നിങ്ങളിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഗൈഡൻസ് സ്വീകരിക്കുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ പേജ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ ഈ സമയം ഒരു പുതിയ ഐഡിയ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ പുതിയൊരു കാര്യം ഇവിടെ തുടങ്ങി വയ്ക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം ഒരു ബിസിനസ് സംബന്ധമായ കാര്യമോ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്ന കാര്യമോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമോ ഒക്കെ ഈ സമയം നിങ്ങളുടെ പദ്ധതിയിൽ ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. മാത്രമല്ല ചിലർ അത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നും കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. കാരണം ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഏറ്റവും പുതിയ കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു സമയമാണ് ഇതെന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും പോസിറ്റീവായിട്ടായിരിക്കണം എന്നാണ്. ഒരു വീടോ അല്ലെങ്കിൽ നല്ലൊരു ജോലിയോ അതൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നെ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. കുറേ ആൾക്കാർ ഈ സമയം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിൽ ചിലപ്പോൾ ഒരു പ്രമോഷനൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നും കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സെലക്റ്റായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു ന്യൂസ് ഈ സമയം കേൾക്കാൻ സാധ്യതയുണ്ട് എന്നും കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കൊരു സ്കോളർഷിപ്പ് കിട്ടാനും സാധ്യത കാണുന്നുണ്ട്. പുതിയൊരു കാര്യം, അതായത് നിങ്ങൾ ഇതുവരെ ചെയ്ത ഒരു കാര്യമായിരിക്കില്ല, അത്തരത്തിൽ പുതിയൊരു കാര്യം നിങ്ങൾ പഠിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങി വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ മജീഷ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ തുടക്കമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്. അത് നിങ്ങളെക്കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് മാത്രമാണ്. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്, അത് നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നാണ്. ആ ഒരു കാര്യം ആദ്യം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ മജീഷ്യനാണ്. അപ്പോൾ നിങ്ങൾ മാജിക്കിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നതിൽ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇതിൽ എല്ലാം നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. നിങ്ങളത് കാണാതിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ ഈ ഒരു സമയം വിശ്വസിക്കുക, നിങ്ങൾ ആക്ഷൻ എടുക്കുക. പിന്നെ ഈ ഒരു സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരും എന്നുള്ളതാണ്. നിങ്ങൾ ബുദ്ധിയും കഴിവും എല്ലാമുള്ള ആൾക്കാരാണ്. പലപ്പോഴും അത് ചെയ്യേണ്ട സമയങ്ങളിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നാണ് ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന മെസ്സേജ്. മാത്രമല്ല ഈ ഒരു സമയം മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ ഈ സമയം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള റിലേഷൻഷിപ്പ് ആവാം
നിങ്ങൾക്കുള്ളത്. എന്നാൽ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ശരിക്കും ഒരു സോൾ കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അതിനാൽ തന്നെ ഈ വ്യക്തിക്ക് എവിടെ പോയാലും നിങ്ങളിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ അവർക്കുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെ പാസ്റ്റിൽ വേദനിപ്പിച്ച ഒരു വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്ന ഒരു എനർജിയാണ്. ഇത് വേണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ ഒരു വ്യക്തി ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വേണോ അല്ലെങ്കിൽ അത് കട്ട് ചെയ്യണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളിതിന് വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അത് നിങ്ങളിലേക്ക് വീണ്ടും വന്നപ്പോൾ നിങ്ങൾ വീണ്ടും ഇവിടെ ചിന്തിക്കുന്നുണ്ട്, ഇതിനി മുന്നോട്ട് വേണോ, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ഒരു റിലേഷൻഷിപ്പ് വീണ്ടും നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ സോൾ കണക്ഷൻ ഉള്ള ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വരുന്നതായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷേ ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരും എന്നാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ പേജ് ഓഫ് കപ്പിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾക്കൊരു സർപ്രൈസ് കിട്ടിയേക്കാം. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ ആ വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സർപ്രൈസ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സൈക്കിക് എബിലിറ്റി വരുമെന്നും കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ വരുന്നതായിരിക്കാം. പാസ്റ്റിൽ നടന്ന ഏതെങ്കിലും കാര്യത്തിന് ഒരു ക്ലാരിറ്റി ആവാം അത്. നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ പോലെ ചിലപ്പോൾ അത് വരുമായിരിക്കാം. മാത്രമല്ല ഇതിൽ ഒരു പ്രണയം തുടങ്ങുന്ന ഒരു എനർജി തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ടെമ്പറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ നിങ്ങളുടെ സോളിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തീരുമാനിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ലിമിറ്റേഷൻസൊക്കെ നിങ്ങൾ മറികടന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ നിയന്ത്രണങ്ങളൊക്കെ നിങ്ങൾ മാറ്റി നിങ്ങളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇത്. അപ്പോൾ നിങ്ങൾ ചില ചിന്തകൾ, അതായത് എനിക്കിങ്ങനെ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ എനിക്കിതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കുറേ ചിന്തകൾ, അതായത് നമ്മളെ ചെറുതാക്കി കാണിക്കുന്ന ആ ചിന്തകളിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങേണ്ട സമയമാണ് ഇതെന്നുള്ളതാണ്. നമ്മളുടെ ലിമിറ്റഡ് ബിലീഫ്സ് വിട്ടുകളയണം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റൊക്കെ തോന്നുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 4 ഓഫ് വാൻഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വളരെ സന്തോഷമായിട്ട് ഈ ഒരു സമയം ഇരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ സുരക്ഷിതമായിട്ടും സന്തോഷമായിട്ടുമൊക്കെ ഇരിക്കാൻ പറ്റുന്ന അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ആയിരിക്കാം, ഫ്രണ്ട്സിനൊപ്പം ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്കൊപ്പമാകാം. അപ്പോൾ ഇതിൽ ചില ആളുകൾ ചില ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്ത് സന്തോഷം പങ്കിടുന്ന ഒരു എനർജിയുമുണ്ട്. ഈ സമയം നിങ്ങൾ വളരെയധികം സന്തോഷത്തിലായിരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു ആഘോഷങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ, പക്ഷേ ചിലപ്പോൾ നിങ്ങൾ പോകണ്ട എന്ന് തീരുമാനിച്ച ഒരു സെലിബ്രേഷൻ ആകാം അത്. അതിൽ നിങ്ങൾ പെട്ടെന്നൊരു തീരുമാനമെടുക്കുകയാണ്, അവിടെ പോകേണ്ട ആവശ്യമുണ്ട്, അങ്ങനെ നിങ്ങൾ പെട്ടെന്നൊരു തീരുമാനമെടുത്ത് പോകുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ പെട്ടെന്ന് തീരുമാനമെടുത്ത് അത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 5 ഓഫ് വാൻഡ്സിൻ്റെ ഒരു
എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കുറച്ച് ക്ഷമ വേണം എന്നുള്ളതാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം എന്നാണ്. അതിപ്പോൾ റിലേഷൻഷിപ്പിലായാലും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായാലും ഈ സമയം കുറച്ചൊന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ്. കാരണം മറ്റുള്ളവർ നിങ്ങളോട് ഈ സമയം ഒരു വാക്ക് തർക്കത്തിന് വരാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളോട് മത്സരിക്കാൻ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അതിനാൽ ഈ സമയം മാക്സിമം നിങ്ങളൊന്ന് ക്ഷമിച്ചിരിക്കാൻ ശ്രമിക്കുക. കാരണം അവർക്ക് നിങ്ങളെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാനൊക്കെ തോന്നും. നിങ്ങളോടൊന്ന് മത്സരിക്കാനൊക്കെ തോന്നാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ സമയവും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്. ഈ ഒരു സമയം നിങ്ങളോട് ആരെങ്കിലും ഒരു യുദ്ധത്തിന് വരുന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വാക്ക് തർക്കത്തിന് വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് ഈ സമയം നല്ലത്. അത് നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുക. എന്തെന്നാൽ നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കാൻ ദൈവം തന്നെ വഴിയൊരുക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ വീട്ടിലുള്ളവരുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലുമായിട്ടോ എന്തെങ്കിലും വാക്ക് തർക്കങ്ങളോ മറ്റോ ഉണ്ടായാൽ നിങ്ങൾക്കത് ക്ഷമിച്ചു കൊടുക്കാനും ആ ഒരു സ്നേഹത്തിൻ്റെ എനർജി അവരിലേക്ക് പകർന്നു നൽകുവാനും സാധിക്കണം എന്നാണ്. ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളിവിടെ തോറ്റു പോകുന്നില്ല, മറിച്ച് നിങ്ങൾക്ക് ഒരു പടി മുകളിലേക്ക് ഉയരാൻ സാധിക്കും എന്നാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് മറ്റുള്ളവരോട് സ്നേഹവും കരുണയും ഒക്കെ ഇവിടെ തോന്നുന്ന ഒരു എനർജിയുമുണ്ട്. പിന്നെ ഇവിടെ എംപ്രസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം മറ്റുള്ളവർ ചില ആൾക്കാർക്ക് മറ്റുള്ളവർ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങളെ കാണുമ്പോൾ തന്നെ ആളുകൾക്കൊരു പോസിറ്റീവ് ഫീൽ ഉണ്ടാകും, അവർക്കൊരു അട്രാക്ഷനൊക്കെ തോന്നും എന്നാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നത്തേക്കാട്ടിലും ഒരു പ്രത്യേകതയുണ്ടെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ സംസാര രീതി നല്ലതാണ്, അല്ലെങ്കിൽ ഒരു പക്ഷേ ആരെങ്കിലും നിങ്ങളോട് വന്ന് പറയാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. നിങ്ങളുടെ അടുക്കലിരിക്കാനും നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളെ അട്രാക്റ്റ് ചെയ്ത് വരാൻ കുറേ ആൾക്കാർ ഈ സമയം ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജി കൂടി ഇതിൽ കാണുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ എങ്ങനെ ആയിരുന്നുവോ അങ്ങനെ നിങ്ങൾ ഉണ്ടായിരുന്നതിനേക്കാളും ഫിസിക്കലി നിങ്ങൾ ചേഞ്ച് ആകുന്ന ഒരു എനർജിയാണ്. ഒരുപക്ഷെ ഇതിനോടകം അങ്ങനെ ആയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആകുന്ന ഒരു എനർജിയാണ്. നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയിലൊക്കെ ചേഞ്ച് വരുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ സ്കിൻ ടോണൊക്കെ മാറിയിട്ടുണ്ടാവാം. അപ്പോൾ മറ്റുള്ളവർക്ക് അട്രാക്ഷൻ തോന്നുന്ന ആ ഒരു രൂപത്തിലേക്ക് നിങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും എന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് പലതരത്തിലാവാം. ചിലപ്പോൾ അത് പൈസയായിട്ട് വരാം. മാത്രമല്ല ഒരു പ്രഗ്നൻസി അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ പുറത്തെടുക്കാതിരുന്ന നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നും കാണുന്നുണ്ട്. നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകൾ നിങ്ങൾക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ചില അവസരങ്ങൾ വന്നെത്തുന്നുണ്ട്. കാരണം ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളുടെ കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു എനർജി കൂടിയുണ്ട്. അപ്പോൾ ഇതിലും ഒരു എംപ്രസിൻ്റെ എനർജി കൂടിയുണ്ട്. നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്. അതായത് ആരുടെയും സഹായമില്ലാതെ നിങ്ങളുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നാണ്. നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുന്നുണ്ടായിരിക്കാം. നല്ല രീതിയിൽ ജീവിക്കണം എന്നൊരു പ്രത്യാശയോടുകൂടി നമുക്ക് ആവശ്യമില്ലാത്ത നമ്മളെ നെഗറ്റീവ് ആക്കുന്ന ആ ഒരു
കാര്യം നിങ്ങൾ കളഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ കർമ്മഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഈ സമയം ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായും കാണുന്നുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ഫിനാൻഷ്യലി പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ വരാം, നിങ്ങൾ ചെയ്ത വർക്കിനുള്ള പൈസ കിട്ടാം. മാത്രമല്ല പൈസയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ്. അതായത് അബൻഡൻസിൻ്റെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ചിലവാക്കുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങളൊരു ഡ്രസ്സ് എടുക്കുകയോ ഒരു ബാഗ് വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു ചെരുപ്പ് വാങ്ങുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുന്നു എന്നുള്ളതാണ്, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ തീരുമാനിക്കുന്നു എന്നാണ്. നിങ്ങൾ വിശ്വസിക്കാനാവാത്ത സന്തോഷങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ നിന്നാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിന്നാവാം, പൈസ സംബന്ധമാകാം, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ആരിൽ നിന്നെങ്കിലും ഒരു ഗിഫ്റ്റ് ലഭിക്കുന്നതാവാം. അപ്പോൾ അത്തരത്തിൽ ചില സന്തോഷങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെടുത്ത ആ ഒരു എഫേർട്ടിന് നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സാമ്പത്തിക വിഷമത്തിലിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നടന്നു കിട്ടുന്നതിനുള്ള പണം നിങ്ങൾക്ക് ലഭിക്കാനുള്ളൊരു സാധ്യതയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സൈക്കിക് എബിലിറ്റിയാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ പൂർണ്ണമായും ഈ ഒരു സമയം വിശ്വസിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർ പറയുന്നതിലുപരി നമുക്ക് തോന്നുന്ന കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതുപോലെ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സൈൻ, അതായത് ചില അടയാളങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ മെസ്സേജസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ചില ആൾക്കാർക്ക് ഒരാവശ്യവുമില്ലാത്ത ഒരു വിഷമമൊക്കെ ഈ ഒരു സമയം വന്നേക്കാം. ചിലപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയും ഇതിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഭയത്തെ നിങ്ങൾ വിട്ടുകളയേണ്ടതുണ്ട് എന്നാണ്. അതായത് ചിലപ്പോൾ ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ ഉണ്ടാവാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമോ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ സംഭവിക്കുമോ, എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമോ, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവർക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമോ എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടിരുന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കളയാൻ പറ്റുകയുള്ളൂ. ഇത്തരം നെഗറ്റീവ് ചിന്തകളെ മാറ്റി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഈ സമയം ചെയ്യുക. സ്പിരിച്വൽ വർക്ക് ചെയ്യുക. അതായത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ സ്പിരിച്വൽ വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ ഈ ഒരു സമയം വിശ്വസിക്കുക എന്നും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.